നമസ്കാരം, സെല്ലുലോയിഡ് മൂവി റിവ്യൂവിലേക്ക് സ്വാഗതം. പച്ചമരത്തണലിൽ, പയ്യൻസ്, ഒരു സിനിമാക്കാരൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ലിയോ തദ്ദേവൂസ് ജയറാമിനെ നായകനാക്കി ഒരുക്കിയ ചിത്രമാണ് ലോനപ്പൻ്റെ മാമോദീസ. ലോനപ്പൻ്റെ മാമോദീസയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ സെല്ലുലോയിഡ് മൂവി റിവ്യൂവിൽ. ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടാൻ എല്ലാവർക്കും ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണ്. ഇരിങ്ങാലക്കുടക്കാരനായ ലോനപ്പനും ജീവിതത്തിൽ അത്തരമൊരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണ്. നാട്ടിൻപുറത്തെ കാറ്റേറ്റുകൊണ്ട് തന്നെ ലോനപ്പൻ്റെ ജീവിതത്തിലൂടെ പ്രേക്ഷകരെ ഹൃദയഹാരിയായ ഒരു കഥയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനൊപ്പം ചിന്തയുടെ നാമ്പുകൾക്കും തുടക്കമിടുന്നുണ്ട് ലോനപ്പൻ. ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്നുമാണ് ലിയോ തദ്ദേവൂസ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. ലോനപ്പൻ്റെ മാമോദീസ ദിവസം മുതൽ ചിത്രം ആരംഭിക്കുന്നു. ലോനപ്പന് ദൈവം കനിഞ്ഞവൻ എന്ന അർത്ഥത്തോടുള്ള പേരാണ് നൽകിയിട്ടുള്ളത്. നാട്ടിലെ ഗ്രാമീണ കാഴ്ചകൾ തന്നെയാണ് ചിത്രത്തിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. ജയറാമിൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻ വളരെ മികച്ചതായിട്ടുണ്ട്. നാട്ടിന് പുറത്തെ ചെറിയ ചെറിയ പരിഭവങ്ങളും ഒപ്പം തന്നെ തമാശകളും എല്ലാം ചേർന്നുള്ള ഒരു കാഴ്ചയാണ് ആദ്യ പകുതിയിൽ നമുക്ക് കാണാനാകുന്നത്. ലോനപ്പൻ്റെ ജീവിതത്തിലേക്ക് ചില കഥാപാത്രങ്ങൾ കടന്നു വരുന്നതോടെ ജീവിതമാകെ മാറ്റി മറിക്കപ്പെടുകയാണ്. ചിത്രത്തിൻ്റെ തിരക്കഥയും ഒപ്പം തന്നെ കഥാപാത്രങ്ങളെയുമാണ് എടുത്തു പറയേണ്ടുന്നത്. ചിത്രത്തിന് അനുയോജ്യരായ അല്ലെങ്കിൽ നമ്മൾ നാട്ടിൻപുറത്ത് കണ്ടു ശീലിച്ചിട്ടുള്ള ഒട്ടേറെ കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗ് അത് വളരെ മികച്ചു നിൽക്കുന്നുണ്ട്. ഈ കാസ്റ്റിംഗ് തന്നെയാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. ശാന്തികൃഷ്ണ, ഇന്നസെൻ്റ്, ജോജു ജോർജ്, നിഷ സാരംഗ്, നിയാസ് ബക്കർ, കനിഹ എന്നിവരെല്ലാം തന്നെ മികച്ച രീതിയിലാണ് തങ്ങളുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ചിത്രത്തിൻ്റെ ആദ്യ പകുതിയിൽ തൻ്റെ സുഹൃത്തായിരുന്ന കുഞ്ഞൂട്ടനെ കാണുന്ന രംഗമുണ്ട്. ദിലീഷ് പോത്തനാണ് കുഞ്ഞൂട്ടനായി എത്തിയിട്ടുള്ളത്. ഈ അഭിനയ രംഗങ്ങളിലെല്ലാം തന്നെ ജയറാമിൻ്റെ പഴയ അഭിനയ പ്രതിഭ വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നുകൂടെ കാണാനുള്ള അവസരമൊരുങ്ങുന്നുണ്ട് ലോനപ്പൻ്റെ മാമോദീസയിൽ. ലോനപ്പൻ്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച ബാലതാരം ജയറാമിൻ്റെ തന്നെ തനി പകർപ്പോടുകൂടെ തന്നെയാണ് വെള്ളിത്തിരയിൽ എത്തിയിട്ടുള്ളത്. അത് വളരെ മികച്ച രീതിയിൽ തന്നെ പ്രേക്ഷകന് അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ചിത്രത്തിലെ ദൃശ്യങ്ങളും സംഗീതവും എല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചതായി പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്നുണ്ട്. സുധീർ സുരേന്ദ്രൻ്റെ ക്യാമറയും അൽഫോൺസ് ജോസഫിൻ്റെ സംഗീതവും ചിത്രത്തിന് ജീവൻ നൽകി. നല്ല സിനിമകൾ വിരളമായി മാത്രം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് കണ്ടിരിക്കേണ്ടുന്ന ഒരു ചിത്രമാണ് ലോനപ്പൻ്റെ മാമോദീസ. ജയറാം പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ലോനപ്പനുണ്ട്. ജീവിതത്തിൽ തളർന്നിരിക്കുന്നവർക്ക് ഒരു പ്രചോദനമാണ് ലോനപ്പൻ. അതുകൊണ്ട് ധൈര്യത്തോടെ നല്ല സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. ഈ സിനിമയെക്കുറിച്ച് മറിച്ച് അഭിപ്രായമുള്ളവരുമുണ്ടാകാം. ഓരോ സിനിമയുടെയും കാഴ്ചകളെന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോയി നല്ല സിനിമകളെ വിജയിപ്പിക്കുക. നല്ല സിനിമയുടെ നല്ല വർത്തമാനങ്ങളുമായി സെല്ലുലോയിഡ് അടുത്ത മൂവി റിവ്യൂവിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.